ഹലോ ഫ്രണ്ട്സ്, കാർ കടുവയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഫോർഡ് എൻഡീവറിൻ്റെ രണ്ട് വേരിയൻസ് ആണ്. ഒന്ന് നേരത്തെ ഉണ്ടായിരുന്ന ടോപ്പ് എൻഡ് ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുന്ന 4x4 വേർഷനും, ഇപ്പം ഇത് ഓൾ ബ്ലാക്ക് വേർഷൻ സ്പോർട്ട് എഡിഷൻ ഓഫ് ഫോർഡ് എൻഡീവർ എന്ന് പറയുന്ന 4x4 തന്നെയുള്ള വേർഷനാണ്. ഇതിനകത്ത് ബേസിക്കലി മെക്കാനിക്കൽ സൈഡിൽ വലിയ ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. ബട്ട് ദി മേജർ ഡിഫറൻസ് ഇതിൻ്റെ അകത്തുള്ളത്, ഇത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറിലുള്ള ഒരു വണ്ടിയാണ്. എബണി ബ്ലാക്ക് ഭയങ്കരമായിട്ട് സ്പ്ലാഷ് ചെയ്തിരിക്കുകയാണ് ആസ് അഗെയിൻസ്റ്റ് ദിസ് മോഡൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് തൊട്ട് നമുക്ക് ഡിഫറൻസ് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്രോം പ്ലേറ്റഡ് സ്ട്രേറ്റ് ലൈൻസിലുള്ള ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ്. വേറെ ഇവിടെ നമുക്ക് ഒരു ഹണികോം ഡിസൈനിലുള്ള എൻറ്റയർ തിങ് ഇസ് പിച്ച് ബ്ലാക്ക്. അപ്പം അതിൻ്റെ ഒരു ഇതും, പിന്നെ ഇതിൻ്റെ ഈ ഒരു ബാഡ്ജ് വളരെ സൈസിലുള്ള ഒരു ബാഡ്ജാണ്. ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഈ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചേഴ്സ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ബോഡി കളേർഡ് ബമ്പ് and the black color skid plates, and front bumpers fog lights ഉണ്ട്, and there are sensors also here. പിന്നെ വളരെ ഒരു നല്ലൊരു പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പിനെ പറ്റിയാണ് പറയാനുള്ളത്. പ്രൊജക്ടർ ലാംപ്സ് ആണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ കൂടെ ഈ ബ്ലാക്ക് വേർഷനെ പിന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഇതിനൊരു സ്മോക്ഡ് ഒരു ഫീലാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. സോ അത് ഇതിന് നന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ബ്യൂട്ടിയെ വളരെ അത് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ദി ഡേ ലൈറ്റ് LED ലാംപ്സും ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ ബോണറ്റ് കാണാം. ഇറ്റ്സ് ഹൈഡ്രോളിക് സെറ്റ്സിലുള്ള ബോണറ്റാണ്, ആൻഡ് വെരി നീറ്റ്ലി സ്റ്റാക്ഡ് ആയിട്ടുള്ളൊരു പിന്നെ ബോണറ്റാണ്. ഇതിൻ്റെ അകത്ത് ദി എൻജിൻ, ദി ഫേമസ് എക്കോ ബ്ലൂ എൻജിൻ, 2 ലിറ്റർ ഡീസൽ എൻജിൻ, ടർബോ എൻജിൻ. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170 PS ആണ് ഇതിൻ്റെ ഹോഴ്സ് പവർ, ആൻഡ് 420 ന്യൂട്ടൺ മെട്രിക്സ് ആണ് ഇതിൻ്റെ പീക്ക് ടോക്ക്. സോ ഫെയർലി ഗുഡ് പിന്നെ എന്താ പറയുക, ഒരു എൻജിൻ കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയാണിത്. സോ ദാറ്റ്സ് അബൌട്ട് ദി എൻജിൻ. 18-inch അലോയ്, ആൻഡ് ഇൻഫാക്ട് അതൊരു റിച്ച് അലോയ് ഫീലിംഗ് ആണ്, ആൻഡ് അതും ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് 6-spoke ഡിസൈനാണ്. ആൻഡ് ഇത് ബ്ലാക്കും കൂടെ ആയ സ്ഥിതിക്ക് ആ ബ്ലാക്കും അതിൻ്റെ ടയറും ദ റെസ്റ്റ് ഓഫ് ദി ബോഡിയും കൂടെ ഭയങ്കരമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു കംപ്ലീറ്റ് ഒരു നല്ലൊരു ഫീൽ, അതായത് ഒരു ബൾക്കി ഫീല് നമുക്ക് അതുകൊണ്ടാണ് ഇതിൽ കിട്ടുന്നത്. ആൻഡ് ഈ ടയറിൻ്റെ സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ പോലും 265 mm ടയേഴ്സാണ് ഇട്ടിരിക്കുന്നത്. സോ വിച്ച് മീൻസ് ഇറ്റ്സ് എ വെരി സ്റ്റേഡി ടയർ. ഇത് ഏത് ടെറൈനിലും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ടയേഴ്സാണ്. വിശേഷം ഇനി അറിയാം, എല്ലാ വണ്ടികൾക്കും എല്ലാ വേരിയൻസിനും ഉള്ള പോലെ തന്നെ ഇതിനുള്ള സ്പോയിലേഴ്സ് ആൻഡ് ലാംപ്സ്. പിന്നെ ഓഫ് കോഴ്സ് ദർ ഈസ് what you call വൈപ്പർ ഹിയർ, ആൻഡ് നല്ലൊരു ബാഡ്ജ്, ആൻഡ് ദി എൻഡീവർ എന്നുള്ള ബ്രാൻഡിങ് ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് എല്ലാ എൻഡീവറിനും നിൽക്കുന്ന ഒരു ഫീച്ചറാണ്. ഇതിൽ അതിൻ്റെ അത് ബ്ലാക്ക് ആക്കി മാറ്റിയത് എനിക്ക് വളരെ പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു പിന്നെ ഫീച്ചറാണ്. ആൻഡ് ദെൻ ഇഫ് യു ക്യാൻ സീ, ഇവിടെ ഇഗെയിൻ ഒരു മാറ്റ് ഫിനിഷ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ലഗേജ് കയറ്റി വെക്കാനും ഇറക്കാനും ഒക്കെ ഉള്ളപ്പം നമുക്കൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. പെയിൻറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ഡിസ്റ്റർബ് ആകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ഫീച്ചറാണത്. ആൻഡ് ഫ്രണ്ടിൽ ഓഫ് കോഴ്സ് ദർ ഈസ് എ സെൻസർ. ഇതിൽ നമുക്ക് ബാക്ക് ക്യാമറാസും കൂടെ ഉണ്ട്, റിയർ പിന്നെ പാർക്കിംഗ് സെൻസേഴ്സാണ്. ആൻഡ് ദി സ്കിഡ് പ്ലേറ്റ്സ് ആർ ഓൾസോ ബ്ലാക്ക് ഇൻ കളർ. പിന്നെ 5th ടയർ അല്ലെങ്കിൽ നമ്മുടെ സ്പെയർ ടയർ, അത് ഇതിൻ്റെ അടിയിലാണ് കൺസീൽ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫ്ലഷ്ഡ് വിത്ത് ദി ടോട്ടൽ, അതിൻ്റെ അടിയിലത്തെ കംപ്ലീറ്റ് പിന്നെ ആ ഒരു ക്ലിയറൻസ് പിന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ അത് ഫ്ലഷ് ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് ഫീച്ചർ. ഇവിടെ ഒരു സ്പോർട്ട് പിന്നെ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇതേ സ്റ്റിക്കർ തന്നെ 2 സൈഡിലുള്ള റെയർ ഡോറിൻ്റെ അവിടെയും ആ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. സോ വിച്ച് ഇസ് വെരി പ്രോമിനൻറ്റ്. അപ്പോൾ അതായത് നമുക്ക് ഏത് സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു സ്പോർട്ട് വേരിയൻ്റ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാകാൻ പറ്റും. ഇനി ഇതിൻ്റെ ടെയിൽ ഗേറ്റ്, അപ്പോൾ ഇതിന് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറുണ്ട്. നോർമലി നമ്മൾ കാണുന്ന വണ്ടികൾക്കൊക്കെ ഇതിൻ്റെ അടിയിലായിട്ട്, ഈ ലൈറ്റിൻ്റെ ഒക്കെ അടിയിലായിട്ടാണ് ഇതിൻ്റെ റിലീസ് സ്വിച്ച് ഉള്ളത്. പക്ഷേ ഇതിന് ഈ ഹാൻഡിലിൻ്റെ ഇവിടെ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടണാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് ഓൺ ഹൈഡ്രോളിക്സ്. ഇത് നേരെ ഓപ്പൺ ആകുകയാണ്, ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഈസ് ഓപ്പണിംഗ് അപ്പ് ടു എ ഫെയർലി ഗുഡ് ബൂട്ട് ഏരിയ. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം
ഒരു ഫാമിലിക്ക് പോകാനുള്ള ലഗേജ് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക ബൂട്ട് സ്പേസ് ഉണ്ട്. അതല്ലാതെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും ഉണ്ട്. There is a 12-volt charger unit, where you can use it for various purposes. പിന്നെ ഇതിൻ്റെ ടൂൾ കിറ്റും കാര്യങ്ങളും വെച്ചിരിക്കുന്നത് ഇവിടെ കൺസീൽ ചെയ്തതാണ്. നന്നായിട്ട് സ്ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദർ ഇസ് നോ നോയ്സും കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് വരില്ല. ആൻഡ് അഡീഷണലി ഇവിടെ ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റും കൂടെ ഉണ്ട്. വല്ല ചില സ്റ്റോറേജോ എന്തെങ്കിലും ആയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പിന്നെ പോർഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് അബൌട്ട് ദ ബാക്ക് സൈഡ് വിച്ച് ഇസ് പവർ ഡ്രിവൻ സീറ്റ്സ് ആണ് ഇതിനുള്ളത്. ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാവുന്ന ഒരു തേർഡ് റോ ആണ്. സോ ഇതിന് ഇവിടെ 2 സ്വിച്ചസ് ഉണ്ട് വിച്ച് ഇഫ് യു പ്രസ് ദിസ് ഇറ്റ് ഫോൾഡ്സ് ഡൗൺ ടു ദാറ്റ് ലെവൽ. അപ്പോൾ അതായത് ഇതിൻ്റെ ബൂട്ട് സ്പേസിൻ്റെ അതേ ലെവലിൽ ഇതങ്ങ് ഫ്ലഷ് ചെയ്യുകയാണ്. സോ അഡ്വാൻറ്റേജസ് നമ്മൾ ഒരു കൊച്ചു കുടുംബം ഒരു ഫാമിലി ഓഫ് 4 ആണ് പോകുന്നത്. ആൻഡ് ഈവൻ ഇഫ് യു ട്രാവലിംഗ് ഫോർ എ വീക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പിന്നെ ബൂട്ട് സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ വി പുട്ട് ഇറ്റ് ബാക്ക്. യെസ്, അപ്പോൾ ഇതാണ് what do you call ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റഡ് സീറ്റ്സിൻ്റെ ബെനിഫിറ്റ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഫീച്ചർ ഈ you can see that it's a black rear view mirror with the your indicators on either side. There's a puddle lamp here. അതായത് നമ്മൾ രാത്രിക്കൊക്കെ ഡോർ തുറക്കുമ്പോഴത്തേക്കും there will be a light which is accessible to you. You can see നമ്മൾ അറിയാതെ ഒരു ചെളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാല് ട്രിപ്പാകാതിരിക്കാൻ വേണ്ടിയുള്ള സേഫ്റ്റി മെഷറായിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണാം വിച്ച് ഇസ് ഒരു ഡിഫറൻസും ഇല്ല ഫ്രം ദി ടൈറ്റാനിയം വേർഷൻസ്. ബട്ട് ഹവെവർ ഇത് സ്പോർട്ട് എഡിഷനും ആൻഡ് ഇതുവരെയുള്ള വേർഷൻസിൻ്റെ മുകളിലായിട്ടാണ് ഇതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ക്ലോസ്ലി, അതായത് ഒരു എയർക്രാഫ്റ്റിൻ്റെ ബിസിനസ് ക്ലാസ്സിലോട്ട് കയറുന്ന ഒരു ഫീലാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ബേജ് കളർ കോമ്പിനേഷൻ വിത്ത് ഒരു മൾട്ടി കളർ, ഇൻഫാക്ട് ഒരു ബ്ലാക്കിഷ് ലെതർ. ഇത് രണ്ടും, ഇത് എൻറ്റയർ തിങ് ഇവിടെ പ്യുവർ റിച്ച് ലെതറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സ്റ്റിച്ചസ് വരെ വളരെ ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ്. ഡബിൾ സ്റ്റിച്ചിങ് ആണ് പോയിരിക്കുന്നത്. ആൻഡ് ദി എൻറ്റയർ ഡാഷ്ബോർഡ് ഇസ് കവേർഡ് ഇൻസേർട്ടഡ് വിത്ത് പ്യുവർ ലെതർ. ആൻഡ് ഈവൻ ദ സ്റ്റിയറിംഗ് വീൽ ഇസ് ഓൾസോ ഇതിൽ പ്യുവർ ലെതറാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് ടോട്ടൽ ആംബിയൻസിനെ വളരെയധികം എൻഹാൻസ് ചെയ്യുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. പിന്നെ അഫ്കോഴ്സ് പിന്നെ നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് കിടക്കാം. പേഴ്സണലി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാനൊരു ബ്ലാക്ക് ഫാൻ ആണ്. സോ അതിന് ഉപരിയായിട്ട് ഇപ്പോൾ ഇതിലേക്ക് കയറുമ്പോഴത്തേക്കും ഈ ഒരു ബേജ് ഇൻറ്റീരിയർ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ചെറിയ എന്താ പറയുക ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു ആദ്യം. ബിക്കോസ് ഞാൻ ഒരു ബ്ലാക്ക് വണ്ടിയിൽ ഐ വുഡ് ഹാവ് ആക്ച്വലി പ്രിഫേർഡ് ദി എൻറ്റയർ തിങ് ടു ബി ബ്ലാക്ക്. അത് എൻ്റെ പേഴ്സണൽ ഫീലാണ്. ബട്ട് ഐ എം ഷുവർ മോസ്റ്റ് പീപ്പിൾ ലൈക്ക് ദി ബേജ് ഇൻറ്റീരിയേഴ്സ് ബിക്കോസ് ഭയങ്കര എയറി ഫീലിംഗ് ആണ് ഇതിന് തരുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഉള്ളിലോട്ട് ഒന്ന് സൂമിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ദി സ്റ്റിയറിംഗ് ഈസ് വെരി കോമ്പാക്ട് ആൻഡ് ഇത് ടിൽറ്റബിൾ ആണ്. ആൻഡ് കുറേ ബട്ടൺസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് വിച്ച് ആക്ച്വലി ടേക്സ് കെയർ ഓഫ് യുവർ ഡ്രൈവിംഗ് കംഫർട്ട്. ഇതിൽ നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്കിവിടെ ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്കിതിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിതിൽ കാണിച്ചു തരാം. ഇതിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് ഡീറ്റെയിലിംഗ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആക്ച്വലി ഒരു 8-inch സ്ക്രീനിലാണ് ഇത് കംപ്ലീറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഈസ് ഒരു എന്താ കപ്പാസിറ്റീവ് സ്ക്രീനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺസും അല്ലെങ്കിൽ ആപ്പിൾ ഫോൺസിലൊക്കെ ഉള്ള പോലത്തെ അതേപോലത്തെ ഒരു സ്ക്രീനാണ്. വെരി ഇൻറ്ററാക്റ്റീവ് ആൻഡ് വെരി ടച്ച് റെസ്പോൺസ് ഉള്ളതാണ്. പിന്നെ മോർ ഇമ്പോർട്ടൻ്റ്ലി ഗൂഗിൾ, ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എവറിത്തിങ് ഈസ് കമ്പാറ്റബിൾ ഹിയർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ നമ്മുടെ ഡിവൈസസും ഇതിലേക്ക് കമ്പാറ്റബിൾ ആയിട്ട് നമുക്കിതിനെ സിങ്ക് ചെയ്യാൻ പറ്റും. ഓഫ്കോഴ്സ് ദി സിങ്ക് 3 ടെക്നോളജി ഓഫ് ഫോർഡ് സ്റ്റാൻഡ്സ് ഔട്ട് ഫോർ ആ ഒരു ഫീച്ചർ നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ആൻഡ് ഓഫ് കോഴ്സ് പിന്നെ ഈ ക്ലസ്റ്ററിൽ പോലും നമുക്ക് വളരെയധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് യുവർ ടയർ പ്രഷർ, യുവർ RPM, യുവർ ഫ്യൂൽ ഇൻഡിക്കേറ്റേഴ്സ്. ടയർ പ്രഷർ ഓൾസോ എല്ലാ ടയർസിൻ്റെയും ഇത് പിന്നെ ടിൽറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെയധികം ഫീച്ചേഴ്സ് ഇതിനകത്ത് ശരിക്കും ലോഡ് ചെയ്തിരിക്കുകയാണ്. ഈ ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് കുഡ് ഹാവ് ബീൻ സ്ലൈറ്റ്ലി ബെറ്റർ ബിക്കോസ് നമ്മളൊരു സ്പോർട്ട് വേരിയൻ്റ് എന്നും പറഞ്ഞൊരു പുതിയ വേർഷൻ വണ്ടി ഇറക്കുമ്പം എസ്പെഷ്യലി വെൻ ഇറ്റ് ബിക്കംസ് ടോപ്പ് എൻഡ്, അതായത് എക്സിസ്റ്റിംഗ് ടോപ്പ് എൻഡിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാണ്. സോ റഫ്ലി അബൌട്ട് 65,000-70,000 റുപ്പീസിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് വെച്ചുകൊണ്ട് നമ്മളൊരു വണ്ടി ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും I would have preferred a little more, എന്താ പറയുക, ഒരു ഡിസൈൻ ചേഞ്ച് rather than പഴയ ഇങ്ങോട്ട് അതേ സാധനം കോപ്പി ചെയ്ത് വരാതെ they could have made a little bit കുറച്ചുകൂടി ഫാൻസി കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാനും പിന്നെ ഈവൻ കോസ്മെറ്റിക്കലി കുറേ ചേഞ്ചസ് ഇവിടെ വരാനായിട്ടുള്ള ഒരു പിന്നെ പ്രത്യേകിച്ച് കോമ്പറ്റീഷനിൽ പല വണ്ടികൾക്കും അതിൻ്റെ ഇന്റേണൽ ക്ലസ്റ്റേഴ്സ് ലുക്ക് വെരി ബ്യൂട്ടിഫുൾ in the lights and the kind of displacement they have done. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ ദിസ് വുഡ് ഹാവ് ബീൻ എ ക്ലാസ് അപ്പാർട്ട്. ആൻഡ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കൂടെ ഇഫ് ദിസ് വാസ് ഓൾസോ ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ, ഐ എം ടെലിങ് യു, ഈ വണ്ടിയുടെ ഒരു ലുക്ക് തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആയി പോകുന്നത്. സോ അതായത് മണിയുടെ ഒരു വാല്യൂ നമുക്ക് ഇതിൽ ഫീച്ചർ വൈസ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഒരു ഫീല് നമുക്ക് ഇതിനേക്കാളും വളരെയധികം നമുക്ക് എൻഹാൻസ് ചെയ്യിക്കായിരുന്നു ഇഫ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ് വെർ ലുക്ക്ഡ് അറ്റ്. ജസ്റ്റ് അല്ലാതെ ഒരു ചേഞ്ച് ഇൻ ബോഡി കളർ മാത്രം മാറ്റിക്കൊണ്ട് നമുക്കൊരു വേർഷൻ ടോപ്പ് എൻഡ് എന്ന് പറയാതെ ദാറ്റ് കുഡ് ഹാവ് ബീൻ ഇറ്റ്സ് എ സജഷൻ ഫ്രം മൈ സൈഡ്. അപ്പം ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇതിൻ്റെ ഗിയറിൻ്റെ കാര്യം. ഫോർഡിൽ മാത്രമുള്ള ഒരു ഫീച്ചറാണ് ഈ 2 ലിറ്റർ എൻജിനിൽ വിത്ത് 10 ഗിയർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇത് വേൾഡിൽ തന്നെ ഫോർഡിന് മാത്രമുള്ളൊരു ഫീച്ചറാണ്. ആൻഡ് ഇന്ത്യയിൽ ഈ എൻഡിവറിൻ്റെ ഈ ഒരു മോഡലിന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചറാണ്. ഇതിൻ്റെ ഈ സൈഡിൽ ഇവിടെ ഒരു പ്ലസ് ആൻഡ് മൈനസ് ബട്ടൺ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ പിന്നെ ഗിയർ നമുക്ക് അതിൻ്റെ ബാൻഡ് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് 1 to 10. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു മാനുവൽ ഷിഫ്റ്റോ അല്ലെങ്കിൽ ഈവൻ ഇഫ് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ആസ് ഇറ്റ് മൂവ്സ് ഓട്ടോമാറ്റിക്കലി ആ ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മാനുവലി ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അപ്പോൾ വാട്ട് ഹാപ്പൻസ്, നമ്മൾ ആസ് വി ഗോ ഇതിപ്പോൾ 10 ഗിയർ ഉണ്ടെങ്കിൽ ആ 1 to 10 ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സ്പീഡ് കുറയുമ്പോഴത്തേക്ക് ഇത് താഴോട്ട് വരും. അപ്പോൾ ഇത് കീപ്സ് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സിറ്റി ഡ്രൈവിൽ നമുക്ക് തീർച്ചയായിട്ടും 10th ഗിയറിൽ ഒരിക്കലും എത്താൻ പറ്റില്ല. നമുക്ക് 4th എത്താൻ തന്നെ പാടാണ്. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ ലോക്ക് ദ ബാൻഡ്. അതായത് നമുക്ക് ഇപ്പം നമുക്കറിയാം നമുക്ക് എത്ര ഗിയർ വരെയൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ടെറൈനിൽ പോകാൻ പറ്റുമെന്നുള്ള ആ ഗിയറിലേക്ക് നമ്മൾ ഇതങ്ങ് ലോക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ആ വണ്ടി പിന്നെ നമ്മൾ അത് അൺലോക്ക് ചെയ്യുന്നിടം വരെ ഇത് ഇപ്പോൾ സപ്പോസ് നമ്മൾ 4th ഗിയറിൽ ലോക്ക് ചെയ്യുകയാണെങ്കിൽ 1 to 4 മാത്രമേ പിന്നെ വണ്ടി ഓടുള്ളൂ. അപ്പം ഈ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി ബിറ്റ്വീൻ ദീസ് ലോക്ക്ഡ് ഗിയേഴ്സ്. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. വിച്ച് മീൻസ് നമ്മൾ ഏത് ഗിയറിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചാൽ പോലും ഇതിൻ്റെ പവർ കൺസംഷൻ ഫ്യൂവൽ കൺസംഷൻ റിമെയിൻസ് ദ സെയിം. അതൊരു നല്ലൊരു ഇൻ്റലിജൻറ്റ് പിന്നെ അഡീഷനാണ് ഈ ഒരു പിന്നെ വണ്ടിയിൽ. സോ ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് നമ്മൾ ഏത് ടെറൈനിൽ പോയാലും ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈവൻ ഫസ്റ്റ് ഗിയർ മാത്രം വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. വിച്ച് മീൻസ് ഇപ്പോൾ നമ്മളൊരു റോക്കി ടെറൈനിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ വളരെ ഒരു ഹില്ലി ടെറൈനിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ we don't have to worry about the gears. Ada first gear ikkada matram povum, പക്ഷേ നമ്മുടെ mileage will be the same. The entire power distribution will be done within that gear. So that is a big advantage and I would like to adu ഭയങ്കര ഒരു value for money ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. സൺറൂഫിൻ്റെ കാര്യം ഓൾമോസ്റ്റ് 80% ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ എല്ലാ കൺട്രോൾസും ഇവിടെ ഈ ക്ലസ്റ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. വേർ യു ക്യാൻ ഓപ്പൺ ആൻഡ് ഷട്ട് ദി സൺറൂഫ് ആൻഡ് ഓഫ് കോഴ്സ് then we have certain speakers around here. ഇത് നോയ്സ് ക്യാൻസലേഷൻ സ്പീക്കേഴ്സ് ആണ്. അപ്പോൾ വെളിയിൽ നിന്നുള്ള സൗണ്ടുകൾ അത് അവിടെ വെച്ച് ഫിൽട്ടർ ചെയ്യും. സോ നമ്മൾ അല്ലെങ്കിൽ ലോങ് ഡ്രൈവിനോ അല്ലെങ്കിൽ എപ്പോൾ പോയാലും അല്ലെങ്കിൽ ഹോണിൻ്റെ സൗണ്ട് മറ്റുള്ള അങ്ങനെയുള്ള എക്സ്റ്റേണൽ സൗണ്ട്സ് മാക്സിമം ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഒരു കംഫർട്ടബിൾ ഡ്രൈവ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഫെസിലിറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവൻറ്റ്സ് നമുക്ക് ഇതിൻ്റെ മുകളിലുണ്ട്. സോ വിച്ച് ഗിവ്സ് എസ് എ ഗുഡ് ബ്ലോ. പിന്നെ സ്പീക്കേഴ്സ് ഡോറിലുണ്ട്. പിന്നെ ഇതിൻ്റെ ലോക്ക് ആൻഡ് അൺലോക്ക് ഫീച്ചേഴ്സ് 2 ഡോറിനും ഈവൻ റെയറിൽ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ ഈ വണ്ടിയുടെ പിന്നെ സീറ്റ്സ് ഇവിടെ വളരെ കംഫർട്ടബിളായിട്ട്
3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. വിത്ത് ഓഫ് കോഴ്സ് ഇപ്പോൾ 3 പേരില്ലെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ആസ് എ ഹാൻഡ് റെസ്റ്റ്. പിന്നെ ഇതൊരു 60-40 റേഷ്യോയിലാണ് ഈ സീറ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന സീറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് സീറ്റാണ്, അതല്ലാതെ ഇത് ഒരു ടു സീറ്റർ വേറെ. പിന്നെ വേറെ വലിയ അഡ്വാൻറ്റേജ്, ഓൾ ദ സീറ്റ്സ് ഇൻക്ലൂഡിങ് ദ ലാസ്റ്റ് വൺ, ഇതിൻ്റെ എല്ലാ ഹെഡ് റെസ്റ്റുകളും നമുക്ക് പിന്നെ അഡ്ജസ്റ്റബിൾ ആണ്. സോ അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഞാൻ ഒരു കാര്യം ഫ്രണ്ട് സീറ്റിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയിരുന്നത്, ഇതിൻ്റെ എർഗണോമിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ടാണ്. വളരെ കംഫർട്ടബിൾ, അതിൻ്റെ തൈര് പിന്നെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ കംഫർട്ടബിളാണ്, കുഷനിയാണ്. പിന്നെ ലംബർ സപ്പോർട്ടിൻ്റെ ഒരു ഫീച്ചറും കൂടെ ഈ സീറ്റിന് ഫ്രണ്ടിലുണ്ട്, 2 സീറ്റിനും അതുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇനിയിപ്പോൾ ബാക്ക് സൈഡിൽ ഇത് പറയുമ്പോഴത്തേക്കും ദർ ആർ സർട്ടൻ സ്വിച്ചസ് ഗിവൻ ഹിയർ. ഇത് നമ്മുടെ AC കൺട്രോളും ചാർജിങ് യൂണിറ്റും മറ്റുള്ള ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറേ പിന്നെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഞാനൊരു ആവറേജ് ഹൈറ്റ് ഉള്ള ഒരാളാണ്, ബട്ട് ഓഫ് കോഴ്സ് ഐ എം ബൾക്കി. പക്ഷേ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് ബാക്കിലിരിക്കാനും ഇതിലോട്ട് കയറി ഇരിക്കാനും ഒക്കെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഗ്രിപ്പ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലെഗ് റൂം ആൻഡ് ദ നീ റൂം യു ക്യാൻ സീ ദറ്റ്സ് എ ഹ്യൂജ്, ഒരു മോർ ദാൻ 4-5 ഇഞ്ച് ഓഫ് നീ റൂം ഉണ്ട്. അതായത് എന്നെക്കാളും ഹൈറ്റുള്ള ഒരാൾ പോലും ഈ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 ഇഞ്ചും കൂടെ ചിലപ്പോൾ ഇത് പുറകോട്ട് വരികയായിരിക്കും ഈ സീറ്റ്. എന്നാൽ പോലും ഇറ്റ് ഗീവ്സ് മീ അറ്റ്ലീസ്റ്റ് അബൌട്ട് 3 to 4 inches ഓഫ് നീ റൂം. ആൻഡ് ഓഫ് കോഴ്സ് ദർസ് എ സഫിഷ്യൻറ്റ് leg room here, and that actually adds to the പിന്നെ എന്താ പറയുക ഒരു എക്സ്പീരിയൻസ്. നമുക്ക് ഇതിൻ്റെ 3ാമത്തെ റോഡ് ആക്സസ് ആണ് ഇനി കാണേണ്ടത്. എനിക്ക് കുറച്ച് കംപ്ലൈൻ്റ് ഉള്ളൊരു ഭാഗം അതാണ്. അതായത് ഇതിനൊരു ലിവർ ഇവിടെയുണ്ട്. ഈ ലിവർ വെച്ചിട്ട് നമുക്ക് ഈ സീറ്റ് ടംബിൾ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് ഈ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് ദി പ്ലേസ് ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഇൻ. അതായത് നമുക്ക് ഇവിടെ ഒരു പിന്നെ ഗ്രിപ്പ് ഹാൻഡിലുണ്ട്. ഇത് വെച്ച് നമ്മൾ ഈ ഫുട്ബോർഡ് ഉപയോഗിച്ച് കയറി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറി ഇങ്ങനെ ഇരിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്നെപ്പോലത്തെ ഒരു ബൾക്കി ആയിട്ട് ഒരാൾക്ക് ഇതിനകത്തോട്ട് കയറി ഇരിക്കാൻ വലിയ വിഷമമാണ്. പിന്നെ യു ക്യാൻ സീ പിന്നെ നീ റൂം, ലെഗ് റൂം ഇസ് ഡെഫിനറ്റ്ലി ചലഞ്ചിങ്. അപ്പം വാട്ട് ഐ ഫീൽ ഇസ് ഈ ഒരു ഏരിയ ഇസ് ബെസ്റ്റ് സൂട്ടഡ് ഫോർ ചിൽഡ്രൻ. ഒരു 15 years അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള കുട്ടികൾക്ക് മാത്രം യൂസ് ചെയ്യാവുന്ന ഒരു ഏരിയ ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ജേർണി ഇവിടെ വെച്ച് കഴിയുകയാണ്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു എൻജോയ്ഡ്. ഇനിയും കാർക്കടവയുടെ സൈഡിൽ നിന്ന് ഇതുപോലുള്ള മറ്റുള്ള കൊച്ചു കൊച്ചു യാത്രകളായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തെ ബെൽ ബട്ടൺ നിങ്ങൾ പ്ലീസ് പ്രസ് ദാറ്റ്. എന്നാൽ മാത്രം ഇതാണ് ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ അതുവരെ ബാ. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഹൽക്കും എൻ്റെ പേര് അജയ്. ഞങ്ങളുടെ 2 സൈഡിൽ നിന്നും ബൈ. ടേക്ക് കെയർ.